രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ അതിൻ്റെ ഉപജീവന മാർഗമാണെന്നുള്ള തെറ്റായ ധാരണ പൊതുസമൂഹത്തിന് ചിലർക്കുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. പക്ഷേ എനിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പണിക്ക് പോകണം. പാർട്ടി പ്രവർത്തനം കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ഉപജീവന മാർഗം ജോലിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് തന്നെ ഇറങ്ങുന്ന ഒരാളാണ്. ഒരിക്കലും പൊതുപ്രവർത്തനം ഒരു ഉപജീവന മാർഗമല്ല, അതൊരു സാമൂഹിക സേവനമായിട്ടാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് തൊട്ടു പിറ്റേ ദിവസം വളരെ യാദൃശ്ചികമായിട്ട് സിനിമയിൽ വന്നതാണ്. സിനിമയിലെത്താൻ കാരണം എൻ്റെ പാർട്ടി നേതാവ് ഒരു നിമിത്തമായിട്ടുണ്ട്. സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഈ പാർട്ടി പ്രവർത്തനം നടത്തുന്നതാണെന്ന് ബോധ്യമുള്ള ഒരു നേതാവ് ആയതുകൊണ്ടാണ് പുള്ളി ആദ്യമായൊരു ചിത്രം നിർമ്മിച്ചത്. RSP എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. രാജ്യത്ത് സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാവണമെന്ന് ഇന്നും ഒരിക്കലും നടക്കത്തില്ലെന്ന് ഇന്ന് പലരും പറയുമ്പോൾ പോലും ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന രാജ്യത്ത് സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാകണം. തൊഴിലാളികൾ ചേർന്ന് ഇന്ത്യ ഭരിക്കുന്ന ആണ് ഞങ്ങൾ സ്വപ്നം കാണും. 140 കോടി ജനങ്ങളുള്ളിടത്ത് ആ 140-ൽ ഒരാളായി പാർട്ടി എൻ്റെ പേര് പരിഗണിക്കുക, പരിഗണിച്ചിരുന്നു, ആലോചിച്ചിരുന്നു, പാർട്ടിയുടെ ഉന്നതാധികാര ബോഡിയിൽ ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അംഗീകാരമാണ്. പൊതുപ്രവർത്തന രംഗത്ത് വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു നേതാവാണ് എന്നോടൊപ്പം ഉള്ളത്. സുഭാഷ് ചേട്ടൻ. സുഭാഷ് കല്ലട എന്നാണ് ചേട്ടൻ്റെ പേര്. ഹായ് ചേട്ടാ. ഹായ് ചേട്ടൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ RSP ചേട്ടൻ RSPയുടെ ഇവിടുത്തെ യുവജന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള തൊഴിൽ എന്ന് പറയുന്നത് പെയിന്റിങ് പണിയും പിന്നെ എന്താ ആർട്ട് വർക്കും, മേസ്ത്രി പണിയാണ്. മേസ്ത്രി പണി. ചേച്ചി ഞാൻ കണ്ടൊരു വീഡിയോയിലേ ചേട്ടൻ മറ്റേ ഈ ഭിത്തിയിൽ മറ്റേ സിമെന്റ് വെച്ചിട്ട് ഇങ്ങനെ ആർട്ട് പോലെ ചെയ്തു വെച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ആർട്ട് വർക്കാണ്. മാത്രമല്ല ചേട്ടനാണെങ്കിൽ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. 3 സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും പറയും പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം വെള്ളയിട്ട് അവരുടെ നാട്ടിൽ കൂടെ നടന്ന് എന്താന്ന് ചോദിച്ചാൽ പണ്ട് സിനിമയിലൊക്കെ കളിയാക്കുന്ന പോലെ കഷത്തിലൊരു ഡയറിയൊക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് നടന്നിട്ട്. അതല്ല, കാലം മാറി. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അതുണ്ട്, അത് മുഴു സമയവും ഉണ്ട്, നമ്മളെ എപ്പോൾ വിളിച്ചാലും ഉണ്ട്. അതൊരു ഉപജീവന മാർഗ്ഗമല്ല ചേട്ടൻ്റെ ഉപജീവന മാർഗ്ഗം ചേട്ടൻ വന്നാൽ മേസ്തിരിപ്പണിയാണ് അല്ലേ? എന്താ ചേട്ടാ? പക്ഷെ പലരും രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ അവരാദ്യം വിചാരിക്കുന്ന എന്താണെന്ന് ഒരു പൊസിഷൻ കിട്ടുക, നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക എന്നാണ്. പക്ഷെ അതിന് പകരം ചേട്ടൻ എൻ്റെ ജോലി ഇതാണ്, എൻ്റെ ജോലി ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞ് എന്താണ് ഇങ്ങനെ ഒരു അത് നമ്മുടെ ഒരു ജീവിത മാർഗം അതായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെയും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങളുടെ MP ആയാലും NK പ്രേമചന്ദ്രനായാലും അതേപോലെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ജോൺ ആയാലും ഇവർക്കെല്ലാം അറിയാം നമ്മുടെ ഒരു പൊതുപ്രവർത്തനം ജീവിതമാർഗം ഇതാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം പറഞ്ഞതുപോലെ പലരും പൊതുരംഗത്ത് നിൽക്കുന്നവർ പലരും അവരുടെ തൊഴിൽ ഒരുപക്ഷെ തുറന്നു പറയാൻ മടിക്കുന്നവരാണ് പൊതുരംഗത്ത് നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനല്ല. ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് തൊട്ടു പിറ്റേ ദിവസം പണിക്ക് പോയി. അതാണ് ഒരു വലിയ വാർത്തയൊക്കെ ആയി. കാരണം കൊല്ലത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് കൊല്ലത്ത് എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റിലൊക്കെ നിന്ന് നിരന്തരം പ്രസംഗിക്കുകയും ആ ക്യാമ്പയിന് വേണ്ട 32 ദിവസം പൂർണ്ണ സമയം നിന്നാണ്. പക്ഷെ പിറ്റേ ദിവസം ഞാൻ അത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. വൈറ്റ് കോളർ രാഷ്ട്രീയം അല്ല എൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റിലാണ് പലരും എൻ്റെ ജോലി എന്താണെന്ന് അന്നാണ് അവർ കാരണം. അത് ഒരുപാട് പേര്. അപ്പൊ ചേട്ടാ, എൻ്റെ ഒരു ഡൗട്ടാണ്. ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചേട്ടൻ പോകുകയും പ്രവർത്തിക്കുകയും ഒരു പാർട്ടി അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ പ്രവർത്തിച്ചു. എന്നാൽ അതിനുശേഷം ചേട്ടൻ ചെയ്ത ഒരു കാര്യം തൊട്ടടുത്ത ദിവസം പണിക്ക് പോകേണ്ടി വന്നു. അപ്പൊ ചേട്ടൻ തരുന്ന ഒരു സന്ദേശമാണോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പാർട്ടിയുടെയും പുറകെ പോയിട്ട് കാര്യമില്ല, അവനവന് ജീവിക്കണമെങ്കിൽ പണിയെടുക്കണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവനവന് ജീവിക്കണം അല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ പണിക്ക് പോയേ പറ്റുള്ളൂ, ഒരു മെസ്സേജ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഇത്രപ്പെട്ട താഴേക്കിടയിൽ കിടക്കുന്ന സാധാരണക്കാരനായവർക്ക് ഒരിക്കലും ഉയർന്നു വരാൻ പറ്റില്ല, അവനെന്നും ഇങ്ങനെ പണിയെടുത്ത് നിൽക്കേണ്ടി വരും എന്നാണോ? അല്ല, എനിക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്.
രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ അവൻ്റെ ഉപജീവന മാർഗമാണെന്നുള്ള തെറ്റായ ധാരണ പൊതുസമൂഹത്തിന് ചിലർക്കുമുണ്ട്. ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഉപജീവന മാർഗമല്ല. അതിന് അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. അത് നമ്മൾ ഒരു സാമൂഹിക ചുറ്റുപാടിൽ നമ്മൾ പല വിഷയങ്ങളിൽ ഇടപെടുന്നതിന് അത് അവൻ്റെ തൊഴിലുമായി കണക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും പൊതുപ്രവർത്തനം ഒരു ഉപജീവന മാർഗമല്ല, അതൊരു സാമൂഹിക സേവനമായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടൻ അങ്ങനെ ഒരു സാമൂഹ്യ സേവനം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും പിന്നീട് വന്ന് കുടുംബം പോറ്റാൻ അല്ലെങ്കിൽ നമുക്ക് വയറ് നിറയ്ക്കാൻ പണിക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഇത് ശരിക്കും ചേട്ടനെ ഞാനൊരു പാർട്ടിയിൽ ഒരാളല്ല, ഇതുപോലെ ഒത്തിരി ആളുകൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നമ്മളല്ലെങ്കിൽ തമാശയ്ക്ക് പോലും പശ കലക്കികളെന്നും അല്ലെങ്കിൽ കൊടി പിടിക്കാൻ പോകുന്നവരെന്നും പറഞ്ഞാൽ ഒരുപാട് പേരെ ഇങ്ങനെ ആണികളെ കളിയാക്കാറുണ്ട്. ഇങ്ങനെ ഫേസ്ബുക്കിലാണല്ലോ അവിടെ. അവർക്കൊന്നും ഉപജീവന മാർഗമല്ല ശരിക്കും രാഷ്ട്രീയം. പക്ഷെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഇതെന്ന് പറയുമ്പോൾ അവർക്കൊരു ബ്രീത്താണ്, അല്ലെങ്കിൽ അയ്യോ സ്വന്തം എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ ചേട്ടാ? ഈ പൊതുപ്രവർത്തനവും അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ ഒരു വിശ്വാസവും ജോലിക്ക് പോകുന്നതും തമ്മിലൊരു വ്യത്യാസം എന്താ? അതെ, അതെൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ചറി. ഞാൻ ഈ സുഭാഷ് എസ് കല്ലട എന്നെ പേരിൽ ഇതൊരു കുന്നത്തൂർ നിയോജകമണ്ഡലം, സംവരണ മണ്ഡലം. ഈ കഴിഞ്ഞ 3 തവണയും ഈ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ വളരെ സജീവമായി കേട്ടൊരു പേരാണ്. ഇപ്രാവശ്യവും അങ്ങനെ വളരെ സജീവമായി പാർട്ടി പരിഗണിച്ച. പക്ഷേ ഒരു പാർട്ടിയാണല്ലോ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക്. ഒരിക്കലും ഞാൻ എൻ്റെ പൊതുരംഗത്ത് ഞാൻ പലരെയും വീക്ഷിച്ചിട്ടുള്ള, ഒരിക്കലും ഒരു നിയമസഭാ കാൻഡിഡേറ്റായിട്ട് പാർട്ടി ആലോചിക്കുന്ന ഒരാൾ ഒരു കൽപ്പണി തൊഴിലാളിയോ അല്ലെങ്കിൽ അവൻ്റെ ഉപജീവന മാർഗം ഒരു തൊഴിലോ, എന്നാൽ പാർട്ടി നോക്കുമ്പോൾ ഞാൻ പൂർണ്ണസമയം പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി ഇലക്ഷൻ വന്നാൽ പൂർണ്ണമായി ഈ പാർലമെൻറ്റ് ഇലക്ഷന് 32 ദിവസം പാർട്ടി ഓഫീസിൽ കിടന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി ഫുൾ ടൈം A to Z പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത പാർട്ടിക്ക് അതിനകത്ത് എന്നെ സംബന്ധിച്ച് ഒരു ഫുൾ ടൈം പ്രവർത്തകനല്ല എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. പക്ഷേ ഞാൻ ഫുൾ ടൈം പാർട്ടി പ്രവർത്തകനാണ്. എന്നാൽ എൻ്റെ കിട്ടുന്ന സമയമല്ല, ഒരു പാർട്ടി പ്രവർത്തനം കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ഉപജീവന മാർഗം ജോലിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് തന്നെ ഇറങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത്രയും സജീവമായി നിൽക്കുന്ന ഒരാൾ ജോലിക്ക് പോവുമോ എന്ന് ചോദിച്ചാൽ പോലും നമ്മളെല്ലാ മേഖലയിലും ഇപ്പോൾ തൊഴിൽ രംഗത്തുണ്ട്, അതേപോലെ പൊതുരംഗത്തുണ്ട്. ഏത് വിഷയങ്ങളുണ്ടായാലും അവിടെ ജില്ലയിൽ ആദ്യം ഓടിയെത്തുന്ന ഇപ്പോൾ RYF ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ RSPയെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ജില്ലയാണ് കൊല്ലം ജില്ല. അതിൻ്റെ ജില്ലാ സെക്രട്ടറി യുവജന സംഘടനയുടെ ഭാരവാഹിത്വത്തിലെത്തുക എന്ന് പറഞ്ഞാൽ പാർട്ടി ആലോചിച്ച ഒരാൾ റിക്രൂട്ട് ചെയ്തു. അതൊരു വിശ്വാസം കൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ചേട്ടാ, അപ്പോൾ ഓക്കെ, ചേട്ടൻ തന്നെ പറഞ്ഞു 3 വർഷം ചേട്ടൻ്റെ എന്താ പറയുക 3 പ്രാവശ്യം, വർഷമല്ല 3 പ്രാവശ്യം ചേട്ടൻ്റെ പേര് വന്നു. പിന്നെ എന്ത് പറ്റി പേര് അങ്ങനെ മാറാൻ? രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയത്തിൽ. അപ്പൊ ചേട്ടൻ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് എത്തുവാണ്. ആദ്യം പറഞ്ഞത് കേൾക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം ഓക്കെ, എനിക്ക് കൂറുണ്ടെങ്കിൽ, എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. പക്ഷെ എനിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പണിക്ക് പോകണം. അങ്ങനല്ല, ഞാൻ പറയാം. നമ്മുടെ RSP എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ രാജ്യത്ത് സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാവണമെന്ന് ഇന്നും ഒരിക്കലും നടക്കത്തില്ലെന്ന് ഇന്ന് പലരും പറയുമ്പോൾ പോലും ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന രാജ്യത്ത് സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാവണം, തൊഴിലാളികൾ ചേർന്ന് ഇന്ത്യ ഭരിക്കുന്ന ആണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. അതാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഒരു ചെറിയ പാർട്ടി. സ്വാഭാവികമായും ആ പാർട്ടി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രമാണെങ്കിൽ പോലും ഒരു പാർലമെൻറ്റേറിയൻ ജനാധിപത്യത്തിൽ മാത്രം വിശ്വസിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാതലായ. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുന്നത്. ഓക്കെ, ചേട്ടൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി. അതായത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പാർലമെന്റേറിയൻ മാത്രമല്ല, അവനവൻ്റെ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ്, ഓരോരുത്തരുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് അവരിലൊരാളായിട്ട് നിൽക്കുക എന്നാണ്. പക്ഷേ ഇത് ചേട്ടൻ പറയുന്ന അല്ലെങ്കിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ പൊതുസമൂഹം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ പൊതുമണ്ഡലമുണ്ട്. നമ്മളൊക്കെ പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ്. പൊതുമണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ ചേട്ടൻ തന്നെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സംവരണ മണ്ഡലമാണ്.
സംവരണ മണ്ഡലത്തിൽ ഇത്രയും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. RSP റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, RSP എന്നൊരു രമ ചേച്ചിയുടെ അത് കേൾക്കാം അല്ലേ RSP. ഓക്കെ RSP പോലെ ഒരു പാർട്ടിയുടെ ജില്ലയിലെ യൂത്ത് വിങ്ങിന്റെ ഒരു വലിയ പൊസിഷൻ കൈയാളുന്ന ഒരാളെ അപ്പൊ പാർട്ടി തഴഞ്ഞതല്ലേ? ശരി, ഒരിക്കലും അല്ല, ഞാൻ പറയുന്നല്ല, ഞാൻ ചോദിക്കുന്ന പൊതുമണ്ഡലത്തിൽ നമുക്ക് കേട്ടാൽ എന്താ തോന്നുന്നേ? ചേട്ടൻ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രം നിങ്ങളുടെ ഉള്ളിലും അല്ലെങ്കിൽ ഈ പാർട്ടിയിലും നിങ്ങൾ അങ്ങനെയാണ് നടത്തുന്നത്. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞ പൊതുസമൂഹത്തിനുള്ളിൽ സുഭാഷ് കല്ലടനെ പരിഗണിച്ചു, പിന്നെ എന്ത് പറ്റി? അവനെ എടുത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെയല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ ചോദിച്ചത് നോർമൽ ആണോ അല്ലയോ, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന അങ്ങനെ. കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? അതിൽ 140 പേരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും ആ 141 പേരിൽ നമ്മൾ പരിഗണിക്കണമെങ്കിൽ സ്വാഭാവികമായ 141 പേരിൽ നമ്മുടെ പേര് വരിക എന്ന് പറയുന്നത് തന്നെ ഞാൻ അഭിമാനമായി തന്നെ കാണുന്നതാണ്. ഓക്കെ, അതായത് ആ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പേര് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇത് പൊളിറ്റിക്സ് ആണ്. അത് ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, കൂടിയാലോചനകളൊക്കെ പാർട്ടി തലത്തിൽ. ഈ മാനദണ്ഡങ്ങൾ ചേട്ടന് ആപ്റ്റ് അല്ല, അല്ലെങ്കിൽ ആ മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരാളല്ല ചേട്ടൻ എന്നാണോ ചേട്ടൻ പറഞ്ഞു വെക്കുന്നത്? എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നല്ല. ഞാൻ പറഞ്ഞത് 140 കോടി ജനങ്ങളുള്ളിടത്ത് ആ 140-ൽ ഒരാളായി പാർട്ടി എൻ്റെ പേര് പരിഗണിക്കുക, അല്ലെ പരിഗണിച്ചിരുന്നു, ആലോചിച്ചിരുന്നു, പാർട്ടിയുടെ ഉന്നതാധികാര ബോഡിയിൽ ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അംഗീകാരമാണ്. അതുകൊണ്ട് അതിൽ പറ്റിയ ഒരാളല്ല. ആ അത്രയും കോടി ജനങ്ങളിൽ ആ 140-ൽ അല്ലെ 141-ൽ എത്താൻ പറ്റിയല്ലോ എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും സ്ഥാനാർത്ഥിയുടെ നിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് പാർട്ടിയാണ്. നമുക്ക് ആഗ്രഹങ്ങൾ, മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളാണ്. ജീവിതത്തിൽ പലതും അങ്ങനെ നമ്മുടെ പ്രതിസന്ധിയിൽ നിന്ന് വെട്ടിപ്പിടിച്ച് കീറി സ്വയം വളർന്നു വന്ന ഒരാളാണ്. എനിക്ക് ഒരാളും എന്നെ കൈപിടിച്ചു അല്ലെങ്കിൽ ഗോഡ് ഫാദർ എന്ന് പറയാനോ അങ്ങനെയൊന്നും വന്നല്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ പ്രവർത്തിച്ച്, വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച്, പിന്നെ എല്ലാ മേഖലയിലും, പരിസ്ഥിതി രംഗത്ത് എല്ലാ മേഖലയിലും നാടക പ്രവർത്തകനായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും നിന്ന് പ്രവർത്തിച്ച് ഞാൻ സ്വന്തമായി ഓരോ പ്രവർത്തന രംഗത്ത് കയറി വന്നതാണ്. ഇവിടുത്തെ MLA കോവൂർ കുഞ്ഞുമോനാണ്. മുൻപ് താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരിക്കുകയും പിന്നീട് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇതേ ഞാൻ ചോദിച്ച ചോദ്യം, അതായത് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് പോകുകയും അപ്പുറത്തെത്തുകയും അപ്പുറത്ത് ജയിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, പാർട്ടിയാണോ അവിടെ ഘടകം? അതായത് അവിടെ പരിഗണിക്കാത്ത ഒരാൾ, ഇപ്പം താങ്കൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ പരിഗണിക്കാത്ത ഒരാൾ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന MLA പദവിക്ക് വേണ്ടി ഇവിടെ നിന്ന് നിർത്തി അടുത്ത ഒരു പാർട്ടിയിൽ ചെന്നപ്പം വാടാന്നും പറഞ്ഞ് കൈപിടിച്ച് ഉണ്ട്. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയിൽ അതൊക്കെ ഉണ്ടാവും. കയറി സ്വീകരിച്ച് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിനെ അവിടെ തിരഞ്ഞെടുത്തു. അപ്പം ഞാൻ കേട്ടെ, എന്തുകൊണ്ടാണ് അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി നിർത്തിയില്ല? ആ പാർട്ടിയിൽ നിന്ന് തോറ്റു പോകുമായിരുന്നോ? അല്ലെങ്കിൽ ഇപ്പുറത്ത് എത്തിയാൽ മാത്രമേ ജയിക്കുകയുള്ളായിരുന്നോ? എന്താണ് ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, പാർട്ടിയിൽ നമ്മുടെ പാർട്ടി LDFൽ ദീർഘകാലം LDFൽ നിന്ന പാർട്ടിയാണ്. അറിയാം, ലെഫ്റ്റ് മൂവ്മെൻ്റാണ് നമ്മുടെ റിച്ച്. പക്ഷേ ആ പാർട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, NK പ്രേമചന്ദ്രൻ സാറ് മത്സരിച്ചപ്പോൾ ഞാൻ കൊല്ലത്ത് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു ദിവസം ഇതുപോലെ ഞാൻ വന്നു. അത് അന്ന് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് വന്ന് വലതുപക്ഷം അല്ലെങ്കിൽ UDFന്റെ ഒപ്പം നിന്ന സമയത്താണ് ആ ഇലക്ഷൻ നടക്കുന്നത്. അതാണ് NK പ്രേമചന്ദ്രൻ എന്നൊരു വ്യക്തിക്കാണ് ഇവിടെ വോട്ട് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? പാർട്ടിക്കല്ല അവിടെ വോട്ട് കിട്ടിയത്. അല്ല, അങ്ങനല്ല. പൊതുജന വോട്ട് ചെയ്യുന്ന NK പ്രേമേന്ദ്രൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ചതല്ല. അദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള മൺവെട്ടി മൺകോരി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. സ്വാഭാവികം അത് പാർട്ടി UDF സംവിധാനം കെട്ടുറപ്പോടുകൂടി പ്രവർത്തിക്കുകയും ഈ NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിപരമായ പെർഫോമൻസ് ഉണ്ട് പാർലമെൻറ്റിൽ. ഇന്ന് പാർലമെൻറ്റിലെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനാണ് NK പ്രേമേന്ദ്രൻ. അദ്ദേഹം പാർലമെൻറ്റിൽ ഏത് ബില്ല് അവതരിപ്പിച്ചാലും കൃത്യമായ ആ ബില്ലിൽ ഇടപെടുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും മികച്ചൊരു പാർലമെൻറ്റേറിയനാണ്. അതുകൊണ്ട് സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിൽ പോലും പാർട്ടി ഘടകത്തിൽ, പാർട്ടി സംവിധാനത്തിൽ മത്സരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി കേന്ദ്രീകൃതം എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. ഓക്കെ, അല്ല ഞാനിതൊക്കെ ചോദിച്ചതേ
ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെ അപ്പം ഞാനിത് ഇങ്ങനെ ചേട്ടൻ്റെ ന്യൂസ് കാണുക. അപ്പൊ ആൾക്കാർ ഓർക്കും ഞാൻ വന്ന് ഒരാൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ട് അയാളെ പഠിപ്പിക്കാൻ പോകും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ കണ്ടപ്പം നമ്മളെപ്പോ സ്ഥിരം പറയുന്ന ഏത് പാർട്ടിയുടെ പറയും പോയിട്ട് കാര്യമില്ല. അവനവന് പശി, അതായത് തമിഴിൽ പറഞ്ഞ പശി എടുക്കണേ നമ്മൾ പണിയെടുക്കണം. മനസ്സിലാവും. അത് ഞാൻ പറഞ്ഞല്ലോ, ഉപജീവന മാർഗമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല അല്ല ഇത് കേൾക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അത് മനസ്സിലാവണം. പാർട്ടി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവനവന്റെ ഇതെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് അമിതമായിട്ട് എന്ന് വെച്ചാൽ അമിതം എന്നല്ല, അത് അവരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമുള്ളതായിരിക്കാം. പക്ഷേ അവനവന്റെ കർത്തവ്യവും ഇതുമൊക്കെ മറന്നിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ സിനിമാ വിശേഷങ്ങൾ പറയട്ടാ. ഇങ്ങനെ നിൽക്കുന്നു, അതിനിടയ്ക്ക് ദാണ്ട പോകുന്നു സിനിമയ്ക്ക്. എങ്ങനെയാണ് സിനിമാ വിശേഷങ്ങൾ? ദാവീദ്, കൽക്കി, പിന്നെ ഏതായിരുന്നു? മലൈക്കോട്ട വാലിബൻ. ലാലേട്ടനെ. ഓക്കെ, എങ്ങനെയുണ്ട് സിനിമാ വിശേഷം? സിനിമാ വിശേഷം എന്ന് പറഞ്ഞാൽ വളരെ യാദൃച്ഛികമായിട്ട് സിനിമയിൽ വന്നതെന്ന് പറഞ്ഞാൽ സിനിമയിലെത്താൻ കാരണം എൻ്റെ പാർട്ടി നേതാവ് ഒരു നിമിത്തമായിട്ടുണ്ട്. സഖാവ് ഷിബു ബേബി ജോൺ ആദ്യമായി ഈ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മൂവിയാണ് മലൈക്കോട്ട വാലിബൻ എന്ന് പറയുന്നത്. അത് നഷ്ടമാണെന്നൊക്കെ അല്ല, ഞാനിപ്പോ ഓർത്തപ്പോഴേ, കാരണം ഞാൻ ഇപ്പോഴും ബൈറ്റ് എന്റെ കണ്ണിലുണ്ട്. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞു എനിക്ക് തന്നെ മുടക്കുമുതൽ കിട്ടി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു കേട്ടോ, ഞാൻ കണ്ടിരുന്നു. മോഹൻലാൽ ചിത്രം അങ്ങനെ ബഡ്ജറ്റിൽ നഷ്ടം വരാൻ സാധ്യതയില്ല, അങ്ങനെയാണത്. പക്ഷെ ഒരു മലയാള സിനിമയിൽ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. ആക്ച്വലി എനിക്ക് ആ പടം ഇഷ്ടമായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു. അത് ആർട്ട് ഫിലിം ആയിരുന്നു. അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് ആണല്ലോ. സാധാരണ അത്തരം ഈ പതുക്കെയുള്ള പടങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാത്ത, പക്ഷെ എനിക്ക് അതിന്റെ ആ ഒരു പ്രസന്റേഷൻ, ദ വേ ഓഫ് ദ പ്രസന്റേഷൻ എനിക്ക് ഇഷ്ടമായി. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഒക്കെയാണ് നടന്നത്. 6 മാസം രാജസ്ഥാനിലായിരുന്നു, 3 മാസം അവിടെയൊക്കെ പോയിരുന്നു. പിന്നെ അത് കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് ഷിബു ജോൺ ഞങ്ങളെ 2 പേര്, RYFിൻ്റെ ജില്ലാ പ്രസിഡന്റിന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പുള്ളി ഒരു പടം എടുത്തപ്പോൾ അതിൻ്റെ എല്ലാ ചുമതലകളും തന്നു. അതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പരിപാടിയെല്ലാം തന്നു നിർത്തിയത്. അത് പുള്ളി നിർത്താൻ കാരണം ഞങ്ങൾ ഈ പാർട്ടിയിൽ, പുള്ളിക്ക് ഞങ്ങളെ അറിയാം, ഞങ്ങൾ ഈ പാർട്ടിയിൽ അങ്ങനെ ഫുൾ ടൈം പ്രവർത്തകരായി നിന്ന് ജോലി ചെയ്ത സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഈ പാർട്ടി പ്രവർത്തനം നടത്തുന്നതാണെന്ന് ബോധ്യമുള്ള ഒരു നേതാവ് ആയതുകൊണ്ടാണ് പുള്ളി ആദ്യമായൊരു ചിത്രം നിർമ്മിച്ചപ്പോൾ അവർ 2 പേരും ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കട്ടെ, അവൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഹൈ പൊസിഷനിലാണ് പ്രൊഡക്ഷൻ കൊണ്ടുവന്ന് നിർത്തിയത്. അങ്ങനെയാണ് സിനിമയിൽ വന്നത്. സിനിമയിൽ അഭിനയിച്ചു. അതിന് മുന്നേ കൽക്കി, ടൊവിനോ തോമസിൻ്റെ കൽക്കിയിൽ അഭിനയിച്ചു. അതും എൻ്റെ +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അവർ ആദ്യമായി ആ സിനിമയിലേക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാം നാടകമൊക്കെ കളിച്ച്. എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊന്നും സിനിമ അല്ല, ചേട്ടൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസ് അടിപൊളിയാണ്. അപ്പോൾ അവർ പടം ചെയ്തപ്പോൾ നമ്മളെ അതിനകത്ത് വിളിച്ച് നമ്മൾ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് നാടകമൊക്കെ ചെയ്ത ആൾക്കാരാണ്. ഈ അതിൽ വേറൊരു കാര്യം, ദാവീദ് ചെയ്തതും ദാവീദിൻ്റെ ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു ഞങ്ങൾ +2 ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അതിൻ്റെ റൈറ്റർ ദീപു രാജീവ്, ദാവീദിൻ്റെ ഞങ്ങൾ ഒരുമിച്ച് +2 പഠിച്ചതാണ്. പിന്നെ ഷിബു ബേബി ജോൺ പ്രൊഡക്ഷൻ ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരുപാട് പേര് ആ സിനിമയിൽ വർക്ക് ചെയ്തു. ഒരുമിച്ച് ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് നല്ല. അപ്പം ഇനിയിപ്പം വീണ്ടും സിനിമയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണോ അതോ മേസ്ത്രിപ്പണിയിലേക്ക് തന്നെ പോകണോ? രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും തൊഴിലുമാണ് എൻ്റെ മെയിൻ. ചേട്ടാ, ഈ ആങ്കറല്ല, ഞാനിപ്പോൾ ഒരു ആങ്കറേ അല്ല, ഒരു സാധാ ഒരാള്, സുഭാഷ് കല്ലട എന്ന് കേൾക്കുന്ന ഒരാളെ കുറിച്ച് പറയുവാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചേട്ടന് ഇതാക്കാൻ ഒന്നും പറയുന്നതല്ല, പ്രേക്ഷകരോടും പറയുന്നതല്ല. ഒരു സാധാ സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കേൾക്കുമ്പോൾ, നമ്മൾക്കിപ്പോൾ ഒരു ആങ്കർ എന്നൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ തലതിരിച്ചും നമ്മൾ ചിന്തിക്കും. ചേട്ടാ, ഇപ്പോൾ NK പ്രേമചന്ദ്രൻ സാറും MP ആയിട്ടുള്ള ഷിബു ബേബി ജോൺ സാറ് ഇപ്പമാണ് നമ്മൾക്ക് അറിയാവുന്നവർ. അതുപോലെ എന്തുകൊണ്ട് ഇവിടെ ഒരു ഈ സുഭാഷ് കല്ലടയ്ക്കിപ്പുറം എത്ര പേർക്കറിയാം കേരളത്തിൽ? ചേട്ടൻ പറഞ്ഞാൽ 140 പേരിൽ 140 കോടിയിൽ എത്ര പേർക്കറിയാം? നമ്മളൊരു രജിസ്റ്റർ, ചേട്ടൻ തന്നെ പറഞ്ഞു നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇതിൽ വരുമ്പോൾ, പാർട്ടിയിൽ വരുമ്പോൾ ഒക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ആ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് എനിക്കൊരു NK പ്രേമചന്ദ്രൻ്റെ MP ആയിക്കൂടാ എന്നുള്ള ആഗ്രഹം ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ട് സുഭാഷിന് ആയിക്കൂടാ?
ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്ന അങ്ങനെ ആയിരിക്കും എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എൻ.കെ. പ്രേമചന്ദ്രൻ സാറിനാവാമെങ്കിൽ ഷിബു സാറിന് അവർക്ക് പിന്നെ ഫാമിലി പരമായി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയാം. എൻ.കെ. പ്രേമചന്ദ്രൻ സാറിന് അങ്ങനെയില്ല. അവരും ഇതേപോലെ തന്നെ കലാലയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തോടെ തന്നെ വന്നവരാ. സുഭാഷിനും അങ്ങനെ ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്നിടത്ത് തെറ്റുണ്ടോ? എൻ്റെ ചിന്തയിൽ തെറ്റുണ്ടോ? ഒരിക്കലും ഇല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അത് പല രാഷ്ട്രീയത്തിൽ പല ഘടകങ്ങളുണ്ട്, ചില നിമിത്തങ്ങളുണ്ട്, ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയാൻ ചിലപ്പോൾ ഒരു സെക്കൻഡ് മതി. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അത് ഞാൻ ചോദിച്ചത് നിങ്ങളോടല്ല, നിങ്ങളുടെ നേതാക്കന്മാരോടാണ്. എവിടെയുള്ള നേതാക്കന്മാരോടാണ്? അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, നമ്മൾ തർക്കമല്ല. ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പാലക്കാട് സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ഡോക്ടർ സരിൻ അപ്പുറത്തേക്ക് പോകുകയും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ കൊണ്ടുവരികയും ചെയ്തു. സരിൻ എന്നിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന സരിൻ അതുവരെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അതുവരെ ഓപ്പോസിറ്റ് പാർട്ടിയെ കുറിച്ച് എന്ത് പറയണോ അത് നേരെ തിരുത്തി പറയേണ്ടി വരുന്നൊരു അവസ്ഥ. അതായത് എല്ലാം അധികാരമാണ്, അധികാരത്തിൽ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ പറയും എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എൻ്റെ എത്തിക്സിന് ചേർന്നില്ല എനിക്ക് മറ്റൊരിടത്തേക്ക്. പക്ഷേ ഇപ്പം ഈ പറയുന്ന പോലെ RMP ലെഫ്റ്റിൽ നിന്നു, ഇപ്പം ഇപ്പുറത്തെ RSP ലെഫ്റ്റിൽ നിന്നു തിരിച്ച് ഇങ്ങോട്ട് വന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എൻ.കെ. പ്രേമചന്ദ്രൻ അവിടെയുണ്ട്, എൻ.കെ. പ്രേമചന്ദ്രൻ ഇവിടെയുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ കേട്ടോ റീഡ് ചെയ്യാൻ പറ്റിയ. അത് അതിനകത്ത് രാഷ്ട്രീയപരമായ തീരുമാനമുണ്ട്. നമ്മൾ RSP LDF നിന്ന് UDF പോകാനുണ്ടായ സാഹചര്യം അതൊക്കെ ആ രാഷ്ട്രീയമൊക്കെ ഓക്കെ ചേട്ടാ, അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഒക്കെ ഓക്കെ, നമ്മൾ അതൊക്കെ ഓക്കെ. അത് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് പൊതുസമൂഹത്തിന്. പക്ഷെ സാധാരണ ഒരാൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ അല്ല. കണ്ട, അവൻ ഇന്നലെ അവിടെ ഇരുന്നിട്ട് അവൻ ഇപ്പുറത്തെ വീട്ടിൽ പോയി. നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ. സാധാരണക്കാരന് നിങ്ങൾ താത്വികമായ അവലോകനങ്ങൾ എന്ന് പറയുന്ന സാധനം ആർക്കും വേണ്ട, മനസ്സിലായോ? പക്ഷെ എനിവേ, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ അതൊരു വലിയ മെസ്സേജാണ്. അതായത് എന്തൊക്കെയാണോ, കൊടി എന്തുവായിക്കോട്ടെ, നിറം എന്തുവായിക്കൊള്ളട്ടെ, അവനവന് അല്ലെങ്കിൽ ബേസ് ഉണ്ടാക്കണമെങ്കിൽ പണിയെടുക്കണം. അത് കുലത്തൊഴിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തൊഴിലോ അല്ല, കുലത്തൊഴിൽ എന്നല്ല, നമ്മളൊക്കെ തൊഴിലുണ്ടായിരിക്കണം. കാരണം ചേട്ടൻ പറഞ്ഞത് തന്നെയാണ്, അതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. രാഷ്ട്രീയ സാഹചര്യം എപ്പോഴും മാറി മറിയാം. കാറും കോളും നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുന്നതിനൊപ്പം നമ്മൾ ഇന്ന് പോടാ പുല്ല് എന്ന് വിളിച്ചവനെ നാളെ സാറേ എന്ന് വിളിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളതാണ്. ഓക്കെ, എന്താണെങ്കിലും ചേട്ടൻ്റെ പുതിയ പടത്തിലൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ, ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തു പോകും. ഞാൻ ഇനിയൊരു പറഞ്ഞ പോലെ ഈ ഒരു മണ്ഡലത്തിൽ നിൽക്കട്ടെ, എനിക്ക് ഇനി നല്ലൊരു MLA മന്ത്രിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.